ബ്ലെസ്സിങ്സ് എവറി വൺ, ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു ചെറിയൊരു സന്ദേശത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മലാക്കി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാം വചനം. ഈ നാളുകളെ കർത്താവിനോട് ഇടപെടുകയും എനിക്കൊരു അനുഗ്രഹമാവുകയും ചെയ്ത ഒരു വചനം ആണ് ഇത്. അത് നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. അതിൻ്റെ ഇംഗ്ലീഷ് കൂടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ബട്ട് unto you that fear my name shall the Son of Righteousness arise with healing in his wings, and ye shall go forth and grow up as calves of the stall. NKJV വേർഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഗ്രോ ഫാറ്റ് ലൈക്ക് സ്റ്റാൾ ഫെഡ് കാഫ്സ്. വചനം തുടങ്ങുന്ന എങ്ങനെയാണ്? എൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക്. ഇത് ആർക്ക് വേണ്ടിയാ? ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവനാണെങ്കിൽ ഈ വചനം നിങ്ങൾക്കുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ മേൽ ഉണ്ടായിരുന്ന 7 ആത്മാവിൽ ഒരാത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ഫിയർ ഓഫ് ഗോഡ് ആണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രോവേർബ്സിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാതെ ദ ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം തന്നെയാകുന്നത്. നമ്മുടെ പല അനുഗ്രഹങ്ങളുടെ, നമ്മളെ എല്ലാ അനുഗ്രഹങ്ങളുടെ തുടക്കം ദൈവത്തിൽ നിന്നാണ്, ദൈവഭയത്തിൽ നിന്നാണ്. ദ സൺ ഓഫ് റൈച്ചസ്നെസ് ഷാൽ അറൈസ്. ദാറ്റ് മീൻസ് ഒരു സൺ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. ഇറ്റ് റെപ്രസെന്റ് ന്യൂ ലൈഫ്, ഒരു ലൈഫ് അല്ലെങ്കിൽ ന്യൂ ലൈഫ്. റൈച്ചസ്നെസ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇറ്റ് റെപ്രസെന്റ്സ് ഗോഡ്സ് ജസ്റ്റിസ്, ഗോഡ്സ് ഹോളിനെസ് ആൻഡ് ദ റൈറ്റ് ഓർഡർ. പ്രൊഫറ്റിക്കലി പറയാറുണ്ട്, പ്രൊഫറ്റിക്കലി പല ക്രിസ്ത്യൻസും പല പ്രൊഫറ്റ്സ് പറയാറുണ്ട് ഈ വചനം മശിയേനെ കാണിക്കുന്ന, അല്ലെങ്കിൽ മശിയയുടെ വരവിനെ കാണിക്കുന്ന ഒരു വചനമാണ്. കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, യോഹന്നാൻ 8-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാം വാക്യം, യേശു പിന്നെയും അവരോട് സംസാരിച്ചു: ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. അതായത് ലോകത്തിന്റെ വെളിച്ചമായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിനെ കാണിക്കുന്ന ഒരു വചനമായിട്ട് കൂടി ഇത് പറയാറുണ്ട്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ ജീവന്റെ വെളിച്ചത്തിൽ നടക്കും. പല വെളിച്ചങ്ങൾ ഈ ലോകത്തുണ്ട്, പക്ഷെ ജീവന്റെ വെളിച്ചം യേശു മാത്രമാണ്. ഹി ഈസ് ദ ഓൺലി ലൈറ്റ് ഓഫ് ലൈഫ്. ദ സൺ ഓഫ് റൈച്ചസ്നെസ് ഷാൽ അറൈസ് വിത്ത് ഹീലിംഗ് ഇൻ ഹിസ് വിങ്സ്. ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സണ്ണിന്റെ സൺലൈറ്റ് അല്ലെങ്കിൽ റേസ് ഓഫ് ലൈറ്റിനെ അത് റെപ്രസെന്റ് ചെയ്യുകയാണ്. നമ്മുടെ മേൽ അങ്ങനെ ഒരു റേസ് ഓഫ് ലൈറ്റ് ഉദിക്കുന്നത്. ഹല്ലേലൂയ, നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. ഹല്ലേലൂയ, ഇന്ന് ലോകത്തെല്ലാം പരിചിതമായ ഒരു കാര്യമാണ് ലൈറ്റ് തെറാപ്പി. ലൈറ്റ് തെറാപ്പി കൊണ്ട് രോഗികളെ സൗഖ്യമാക്കുന്നു. നമ്മുടെ നീതിസൂര്യനായ യേശുവിനെ നമ്മൾ ആശ്രയിച്ചാൽ നമ്മുടെ സകല രോഗങ്ങളെയും, ഇവിടെ ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ആവാം, നമ്മുടെ ഫിസിക്കൽ ആവാം, നമ്മുടെ സ്പിരിച്വൽ ആവാം. ഈ 3 മേഖലയിലും ഒരേപോലെ ഹീലിംഗ് തന്നെ നൽകാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. ഇത് പഴയ നിയമത്തിലെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ കയ്യിലുള്ള പുസ്തകത്തിലെ ഏറ്റവും അവസാനം, പഴയ നിയമ ബൈബിളിലെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ കയ്യിലുള്ള പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാന അധ്യായം, ഏറ്റവും അവസാന പുസ്തകം, ഏറ്റവും അവസാന അധ്യായത്തിലുള്ള ഒരു വചനമാണ്. യഹൂദന്മാരുടെ ഒരു വ്യൂവിൽ ഇത് പറഞ്ഞു, ഇറ്റ് എക്കോസ് ദ താലിറ്റ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ധരിക്കുന്ന ഒരു പ്രെയർ ഷോൾ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നമ്മുടെ നാട്ടിൽ അത്ര സുപരിചിതമല്ല. പക്ഷെ അവരുടെ തോളിനെ ഇങ്ങനെ ഇട്ട് അവരെപ്പോഴും പ്രാർത്ഥിക്കും. ഈവൻ ക്രിസ്ത്യൻസ് പോലും പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഈ പ്രെയർ ഷോളിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി 9-ാം അധ്യായത്തിലും മർക്കോസ് 5-ാം അധ്യായത്തിലും യേശുവിൻ്റെ തൊങ്ങൽ വന്ന് ഒരു സ്ത്രീ തൊട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല വേദപണ്ഡിതരും പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു അങ്ങനെ ഒരു പ്രെയർ ഷോൾ പോലെ ധരിച്ചിരുന്നു എന്നാണ്. അതിനെയാണ് ആ സ്ത്രീ തൊട്ടതെന്ന് പറയുന്നവരുണ്ട്. അതിനെയാണ് ആ 12 വർഷം രക്തസ്രാവം ബാധിച്ച ആ സ്ത്രീ വന്ന് തൊട്ടത്. അതിൽ സ്ക്രീനിലുള്ള പിക്ചർ കണ്ടാൽ അറിയാം. ഹല്ലേലൂയ, ഒരു തൂങ്ങിക്കിടക്കുന്ന നൂല് പോലെ അതിൽ വന്നാണ് ആ സ്ത്രീ തൊട്ടതെന്നും. ഹല്ലേലൂയ, താലിത്തിനെ കുറിച്ച് പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവത്തുള്ളൂ അതിൻ്റെ ഇമ്പോർട്ടൻസ്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഇതിന് ശേഷമുള്ള വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഹി ഷാൽ ഗോ ഫോർത്ത് ആൻഡ് ഗ്രോ ലൈക്ക് കാൾസ് ഓഫ് ദി സ്റ്റാൾ. NKJV വേർഷൻ പറഞ്ഞ സ്റ്റാൾ ഫെഡ് കാഫ്സ്. നമുക്കറിയാം
അല്ലെങ്കിൽ കുറേ വർഷങ്ങളുടെ ഒരു ബോണ്ടേജിന് ശേഷം ഒരു ഡാർക്ക്നെസ്സിൽ കിടന്ന ഒരു പശുക്കിടാവ് അതിനെ തുറന്ന് അഴിച്ചു വിട്ടാലുണ്ടാവുന്ന ഒരവസ്ഥ. അതുപോലെയാണ് ഹല്ലേലൂയ സ്തോത്രം ദൈവം നമ്മുടെ ജീവിതത്തിൽ, ദൈവം ഒരു നീതിസൂര്യനായ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നീതിസൂര്യനായ ഉദിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഫ്രീഡമാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പുത്രൻ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ സശാൽ സ്വതന്ത്രരാണ്. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ സകലത്തിലെ സ്വാതന്ത്ര്യം പ്രാപിക്കും. നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന, നമ്മളെ എഫ്ലിക്റ്റിംഗ് ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ടാവും. പക്ഷെ ദൈവം ഹല്ലേലൂയ അതിനെ പൊളിച്ചാൽ ഹല്ലേലൂയ പിന്നെ നമ്മളൊരു ഫ്രീഡത്തിലേക്ക്, ഒരു പ്രോസ്പെറിറ്റിയിലേക്ക് ഹല്ലേലൂയ. യഹൂദന്മാരെ സംബന്ധിച്ച് ഇത് പ്രോസ്പെറിറ്റിയുടെ വചനമാണ്. പച്ചയായ പുൽപ്പറങ്ങളിലേക്ക് ഒരു പശുക്കിടാവ് തുള്ളിച്ചാടി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടേ. അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം. യഹോവയുടെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കുകയും നിങ്ങൾ പുറപ്പെട്ട തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാളുകൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രൊഫറ്റിക്കലി ഡിക്ലെയർ ചെയ്യുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും, എൻ്റെ ജീവിതത്തിൽ ഈ മിനിസ്ട്രിയിലും ഞാൻ അത് ഡിക്ലെയർ ചെയ്യാണ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. തുള്ളിച്ചാടി ഒരു പ്രോസ്പെറിറ്റിയുടെ ഒരു സീസൺ, ഒരു ഫ്രീഡത്തിൻ്റെ ഒരു സീസൺ, ഒരു സന്തോഷത്തിൻ്റെ ഒരു സീസൺ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തുറന്നിരിക്കുക. സ്തോത്രം ചെയ്യാം. ദൈവവചനത്തിൽ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു ഓൾ.